ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നിത്യശോധന ഇല്ലായ്മ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. പലപ്പോഴും നിത്യശോധന ഇല്ലാത്തതോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു സംതൃപ്തി ഇല്ലായ്കയോ ഒക്കെ പലപ്പോഴും നമ്മൾ ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഈ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അവർ മെഡിസിൻ എടുക്കുക മാത്രം ചെയ്യുന്നത് വഴി ഈ ഒരു മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പച്ചക്കറികളിൽ വരുന്നത് ചീര, മുരിങ്ങയില, ക്യാബേജ്, ബീട്രൂട്ട് പോലെയുള്ള പച്ചക്കറികൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പഴങ്ങളിൽ വരികയാണെങ്കിൽ നമുക്ക് പപ്പായ, പേരയ്ക്ക, ഓറഞ്ച്, ആപ്പിള്. ഈ ആപ്പിൾ നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അത് തൊലിയോടെ കഴിക്കുക എന്നുള്ളത്. ഇനി ധാന്യങ്ങളിൽ നമുക്ക് ഓട്സ്, ബ്രൗൺ റൈസ്, ഗോതമ്പ്, രാഗി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് ഫൈബർ ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പയറുവർഗ്ഗങ്ങളിൽ നമുക്ക് ചെറുപയർ, കടല പോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഫൈബർ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക്കുകൾ നമുക്ക് ഭക്ഷണത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വരുന്നതാണ് തൈര്, മോര്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പുളിപ്പിച്ച് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ പ്രോബയോട്ടിക് ഇനത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അത് വാൾനട്ട്, അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഫ്രൂട്ട്, ഫ്ലാക്സ് സീഡ്, അതുപോലെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എള്ള്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു 2 to 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇളം ചുടുവെള്ളം കുടിക്കുന്നതൊക്കെ ഈ ഒരു മോശം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്.